Hello all, good morning and welcome back to the class. We are discussing Module 1, the syntax part of Introducing Literature. Yes, in the last class we had seen few tiny particles like adjuncts, verb phrases like phrasal verbs and all that, and collocations, the word combinations which are called as collocations, the conventional word combinations in English. Hope that was a kind of revision for you, because you already know the matter and we were just revising through that portions and all that, adjuncts or phrasal verbs and all that. Collocation the term was a bit new to you, I believe so. Yes, we are now moving on to three main important topics for today's class. By that we'll wind up the syntax part. Yeah, that's the happiest part. Yes, so ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, we discussed about caesura in the poetic session. എന്തായിരുന്നു സിസൂറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സിസൂറ മീൻസ് ബ്രേക്സ്, പോസസ്. നമ്മൾ പറയുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോഴത്തേക്കും പോയം റിസൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം ഒരു സ്ട്രെച്ചിൽ പറയാതെ കുറേ പോസ് വെച്ചിട്ടാണ് അത് പറയുന്നത്, നിർത്തലുകൾ, ബ്രേക്സ്. ബേസിക്കലി സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ബ്രീതിങ്ങിനുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ബ്രേക്കുകൾ വന്നിട്ടുള്ളത്. ഒരു സെൻറ്റൻസ് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു വാചകം പറയുമ്പോഴാണെങ്കിലും we need such breaks. നമ്മളൊരിക്കലും ഓരോ വാക്കിൻ്റെയും മീനിങ് ഓരോന്നെടുത്തിട്ടല്ല കാര്യങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നത്. ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു യാത്ര പോയ അനുഭവം പറയാമെന്ന് ചിന്തിക്കുക. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. സപ്പോസ് ദിസ് ഇസ് എ കൈൻഡ് ഓഫ് നറേഷൻ. ഇവിടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ മീനിങ് ഫുള്ളി കോംപ്രിഹെൻഡ് ചെയ്തെടുത്തത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സായിട്ടാണ് നമ്മൾ ഒന്നിച്ചെടുത്തത്. എന്നിട്ട് ബ്രേക്ക് ചെയ്തു. ആ വലിയ സെൻറ്റൻസ് നമ്മൾ ബ്രേക്ക് ചെയ്തു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി എന്നുള്ളത് കുറേ വേർഡ്സിൻ്റെ ഒരു കൂട്ടമാണ് അല്ലേ? ഓരോരോ വാക്കും ഒറ്റയ്ക്കല്ല. നമ്മൾ പലപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ഓരോ വേർഡായിട്ടല്ല, കുറച്ചധികം വേർഡ്സിനെ യൂണിറ്റുകളാക്കിയിട്ടാണ് നമ്മൾ വായിക്കുന്നതും അതിൻ്റെ മീനിങ് കണ്ടെത്തിയെടുക്കുന്നതും. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ടെക്സ്റ്റിൽ കുറേ യൂണിറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? we are discussing about the syntax part anyway. We know that paragraphs ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മളൊന്ന് മറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ we can see several paragraphs. ഈ ടെക്സ്റ്റിനെ കുറേ പാരഗ്രാഫ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പാരഗ്രാഫ്സിന് പുറമെ അതിൽ കുറേ സെൻറ്റൻസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ there are paragraphs and sentences or syntax, and we can see sense groups. സെൻസിബിൾ ആയിട്ടുള്ള വേർഡ് യൂണിറ്റുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ സെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ സീ വേർഡ്സ്. പിന്നെ നമ്മൾ ട്രാൻസാക്ഷനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട്സ്, ഫെണീംസ് ഓർ സൗണ്ട്സ്. ഇങ്ങനെ കുറേ ലാംഗ്വേജ് എന്ന് പറയുന്നതിൻ്റെ കുറേ ഡിഫറെൻറ്റ് പാർട്സുകളാണ് നമ്മളിപ്പോഴത്തെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻ ജനറൽ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഇൻ മെയിൻ പേപ്പർ. നമ്മൾ ഓരോ വാക്കുകളായിട്ടല്ല പലപ്പോഴും മീനിങ് ഡീകോഡ് ചെയ്തെടുക്കുന്നത്. ഓരോ വാക്കുകളുടെ കൂട്ടങ്ങളായിട്ടാണ് നമ്മളത് ഡീകോഡ് ചെയ്ത് അതിൻ്റെ മീനിങ് എടുക്കുന്നത്. അങ്ങനെയുള്ള കൂട്ടങ്ങളെ, വേർഡ് യൂണിറ്റ്സിനെ ആയിട്ടാണ് നമ്മളിവിടെ സെൻസ് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ വി ക്യാൻ സീ ഫ്യൂ എക്സാമ്പിൾസ്. ഇഫ് ഹീ കംസ് ടെൽ ഹിം ടു ഡു ഇറ്റ്. ഇതൊരു സെൻറ്റൻസാണ്. ഈ സെൻറ്റൻസിനെ വളരെ സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഫാസ്റ്റായിട്ട് പറയാതെ ഈ സ്പീഡ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും സെൻസ് ഗ്രൂപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഇഫ് ഹീ കംസ് ടെൽ ഹിം ടു ഡു ഇറ്റ്. സോ റാദർ ദാൻ സേയിങ് ഇഫ് ഹീ കംസ് ടെൽ ഹിം ടു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇതെന്താ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യും. അവിടെ കുറച്ചും കൂടെ ഗ്രാമാറ്റിക്കലിയും മീനിങ് ഫുള്ളിയും അത് കേൾക്കുന്ന ആ ഒരു ലിസണറിലേക്ക് കൺവേ ചെയ്യാനായിട്ടും അയാൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. ബേസിക്കലി നമ്മൾ പറയുന്ന ആൾക്കും ഒറ്റ ശ്വാസത്തിൽ പറയാതെ ഒരു ശ്വാസം എടുത്തുകൊണ്ട് അടുത്ത ആ ഒരു ബാക്കി ഭാഗം പറഞ്ഞുകൊണ്ട് ആ ഒരു സെൻറ്റൻസ് മുഴുമിപ്പിക്കാനായിട്ട് സാധിക്കും.
So instead of saying, if he comes, tell him to do it, we can say, if he comes, tell him to do it. Or, usually she takes the bus to work. എന്നുള്ളതിനെ usually she takes the bus to work എന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ അവിടെ അത് കൺവീനിയൻ്റ് ആയിട്ട് മീനിങ് കേൾക്കുന്ന ആൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓൺ ദ ടേബിൾ ദർ വർ നോ ബുക്സ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഓൺ ദ ടേബിൾ ദർ വർ നോ ബുക്സ്. അവിടെ ചെറിയ കോമകളായിട്ടോ അല്ലെങ്കിൽ ഈവൻ കോമ ഇല്ലാതെ തന്നെ നമുക്ക് ഇത്തരം ബ്രേക്കുകൾ കാണാനായിട്ട് സാധിക്കും. ഈ ബ്രേക്കുകൾ നമുക്ക് ഉചിതമെന്ന രീതിയിൽ കൊടുക്കാനായിട്ടും സാധിക്കും. അല്ലെങ്കിൽ ക്ലോസുകൾക്കിടയിലോ ആയിട്ടൊക്കെ നമുക്ക് ഈ പറയുന്ന ബ്രേക്സ് സെൻസിബിളായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഓർ ഇഫ് യു വോണ്ട് ടു എംഫസൈസ് ഓൺ സംതിങ്, ഹിയർ ലെറ്റ്സ് ടേക്ക് ദിസ് ആസ് എൻ എക്സാമ്പിൾ. All of the students in the class study English. All of the students in the class study English എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മീനിങ്ങോ അവിടെ വല്ല എംഫസൈസിങ്ങോ ഒന്നും നടന്നിട്ടില്ല. അതേസമയം all of the students in this class study English, അവിടെ all of the students in this class എന്ന് പറഞ്ഞ് പോസ് ചെയ്തിട്ട് സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ the speaker wanted to emphasize the students of this class study English. ഈ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇംഗ്ലീഷ്, ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അവിടെ ഈ ക്ലാസ്സിലെ കുട്ടികൾ എന്നുള്ളതിന് ഒരു എംഫസിസ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പലപ്പോഴും മീനിങ് വളരെ ഹെൽപ്ഫുള്ളി കൺവേ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി വേറൊരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എങ്ങനെയാണ് ചിലപ്പോൾ സെൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസത്തിൽ മാറ്റം വരികയാണെങ്കിൽ, ഈ ഗ്രൂപ്പിങ്ങിൽ ചെറിയ ചെറിയ മാർക്കിങ്ങിന് വ്യത്യാസം വരികയാണെങ്കിൽ അത് മീനിങ്ങിനെ എത്രമാത്രം എഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്. വുമൻ വിത്തൗട്ട് ഹെർ മാൻ ഇസ് എ ബിഗ് സീറോ. ഇതിനെ നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. വുമൻ വിത്തൗട്ട് ഹെർ മാൻ ഇസ് എ ബിഗ് സീറോ. വുമൻ വിത്തൗട്ട് ഹെർ മാൻ ഇസ് എ ബിഗ് സീറോ. സ്ത്രീ പുരുഷനില്ലാതെ ഒരു വട്ടപൂജ്യമാണ്, പുരുഷനില്ലെങ്കിൽ അവളൊന്നുമല്ല എന്നാവും അതിൻ്റെ മീനിങ്. ഇനിയിപ്പോൾ വുമൻ വിത്തൗട്ട് ഹെർ മാൻ ഇസ് എ ബിഗ് സീറോ. അവിടെ മീനിങ് ചേഞ്ചായി. സ്ത്രീ അവളില്ലാതെ പുരുഷനൊരു വട്ടപൂജ്യമാണ്. അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ കോൺട്രഡിക്ടറി ആയിട്ടാണ് രണ്ടാമത് പറഞ്ഞത് വരുന്നത്. ഇത് സ്പീച്ചിൽ സംഭവിക്കുന്നതാണ്. നമ്മളീ പറയുന്നതിൻ്റെ ഗ്രൂപ്പിംഗ്, സെൻസ് ഗ്രൂപ്പ്, അത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന സ്ലൈറ്റായിട്ട് വരുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ മീനിങ് ചേഞ്ച് ആയത്. ഇത് എപ്പോഴും അങ്ങനെ ചേഞ്ച് ആവണം എന്നില്ല, എല്ലാ സമയവും അങ്ങനെ കോൺട്രഡിക്ടറി ആയിട്ട് മാറണം എന്നില്ല. പക്ഷേ പലപ്പോഴും നല്ല രീതിയിൽ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സെൻസ് ഗ്രൂപ്പിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. സോ ബേസിക്കലി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബിന്യ വാസ് പുവറർ ദാൻ most of the girls in her class and could not afford the tuitions that had become almost obligatory if one was to pass and be promoted. അത് ഒരു ഗ്രൂപ്പിംഗ്, ഒരു രീതിയിലുള്ള ഗ്രൂപ്പിംഗ് കൊടുത്തിരിക്കുകയാണ്. ബിന്യ വാസ് പുവറർ ദാൻ മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ഇൻ ഹർ ക്ലാസ് ആൻഡ് കുഡ് നോട്ട് അഫോർഡ് ദ ട്യൂഷൻസ് ദാറ്റ് ഹാഡ് ബിക്കം ഓൾമോസ്റ്റ് ഒബ്ലിഗേറ്ററി ഇഫ് വൺ വാസ് ടു പാസ് ആൻഡ് ബി പ്രൊമോട്ടഡ്. ഒരു ലോങ് സെൻറ്റൻസിനെ ഒറ്റ ശ്വാസത്തിൽ പറയാതെ കുറേ ബ്രേക്സ് ആക്കി അവിടെ തിരിച്ചിട്ടുണ്ട്. സെൻസ് ഗ്രൂപ്പ് ആക്കി അതിനെ തിരിച്ചിട്ടുണ്ട്. സെൻസ് ഗ്രൂപ്പ് മാർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന പോലുള്ള സ്ലാഷ് മാർക്ക് വെച്ചിട്ടാണ്. ഓർ യു ക്യാൻ ജസ്റ്റ് മേക്ക് എ വെർട്ടിക്കലായിട്ടുള്ള ലൈൻ വെച്ചിട്ടും മാർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ, സെയിം സെൻറ്റൻസിന് സെക്കൻഡ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ബിന്യ വാസ് പുവറർ ദാൻ മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ഇൻ ഹർ ക്ലാസ് ആൻഡ് could not afford the tuitions that had become almost obligatory if one was to pass and be promoted. Too many breaks വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മീനിങ് കൺവേ ചെയ്യുക എന്നുള്ളതിലുപരി ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. സോ ദ സെക്കൻഡ് വൺ ഇസ് നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. ദ ഫസ്റ്റ് വൺ ഇസ് ദ ബെറ്റർ വൺ, അല്ലേ?
വളരെ കൃത്യമായിട്ട് ബിന്നി എന്ന് പറയുന്ന ആ കുട്ടിയുടെ അവസ്ഥ കാണിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് അവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ട്യൂഷൻ ഫീസ് അടയ്ക്കണം, വിച്ച് ഇസ് ഒബ്ലിഗേറ്ററി, വിച്ച് ഇസ് മാൻഡേറ്ററി എന്നുള്ള രീതിയിൽ അവിടെ കൺവേ ചെയ്ത് പോകുന്നുണ്ട്. കറക്റ്റായിട്ട് ആളുകൾക്ക് ആശയം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സ്റ്റോറീസ് വായിക്കുമ്പോൾ സംടൈംസ് വിൽ ഗോ ബാക്ക് ആൻഡ് റീഡ്. ഓക്കെ, നേരത്തെ വായിച്ചത് എന്തോ കറക്റ്റ് അല്ലല്ലോ, വീണ്ടും പോയി വായിക്കും. അത് ഈ പറയുന്ന പോലെ തന്നെ ഗ്രൂപ്പിംഗ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. പലപ്പോഴും പല ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് വായിക്കുമ്പോൾ ഓർ ന്യൂസ് പേപ്പർ ഹെഡിങ്സ് വായിക്കുമ്പോൾ ഇത് സംഭവിക്കാറുണ്ട്. കറക്റ്റായിട്ട് ഗ്രൂപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഈ പറയുന്ന പോലെ തന്നെ എറർ സംഭവിക്കും. അവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. സെൻസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മീനിങ് മാർക്കറാണ്. മീനിങ് കറക്റ്റായിട്ട് കൺവേ ചെയ്തെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു വേ ഓഫ് മാർക്കിംഗ് ആണ് സെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിനെ വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരു യൂണിറ്റ് ഓഫ് വേർഡ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇൻ ആ കോൺവെർസേഷൻസ്, അത് കുറച്ചും കൂടെ നമ്മുടെ സ്പീഡിനെ കട്ട് ചെയ്യുകയും നമ്മളെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതേസമയം തന്നെ വളരെ കോംപ്രിഹെൻസീവായിട്ട് നമുക്കത് കൺവേ ചെയ്യാൻ, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പ്ലസ് ഇഫ് വി വോണ്ട് ടു എംഫസൈസ് ഓൺ സർട്ടൻ പോയിൻറ്റ്സ്, ദർ ഓൾസോ വി ക്യാൻ ക്രിയേറ്റ് pauses. Hope you remember the major aspects we discussed when we had gone through caesura. എന്തിനാണ് അവിടെ പോസ് കൊടുക്കുന്നത്? ആ സ്ഥലത്ത് പോസ് കൊടുക്കുന്നത് അവിടെ ഒന്ന് തിങ്ക് ചെയ്യാനായിട്ടാണ്. വായിക്കുന്ന റീഡറിന് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഭാഗത്തൊരു പോസ് കൊടുത്തിരിക്കുന്നത് ഒന്ന് അവിടെ വെച്ചിട്ട് മനസ്സിലാക്കി ഒന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ദേ ക്യാൻ കണ്ടിന്യൂ, ദേ ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ മീനിങ് ക്ലിയർ ആയിട്ട് കിട്ടും. So that is the peculiarity of sense group, and it's very important because you'll be having questions from this part. Sense group മാർക്ക് ചെയ്യാനായിട്ട് ചോദിച്ചു എന്ന് വരാം. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ട്രാക്റ്റ് തരും, ഒരു ചെറിയ പാരഗ്രാഫിൻ്റെ പോലത്തെ എക്സ്ട്രാക്റ്റ് തരും. അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഉചിതമായിട്ടുള്ള സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. The next topic is regarding the linkers in a sentence. സെൻറ്റൻസിലുള്ള 2 ലിങ്കേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഈ ഭാഗത്ത് കാണുന്നത്. അതോടുകൂടെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ്. പാരാടാക്സിസ് ആൻഡ് ഹൈപ്പോടാക്സിസ് എന്ന് പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ബോത്ത് ആർ വെരി സിമ്പിൾ ആസ്പെക്ട്സ് വിച്ച് വി ഓൾറെഡി നോ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇതിന് കുറച്ച് പേരുകൾ കൊടുത്തിട്ട് നമ്മിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ വാട്ട് അബൌട്ട് പാരാടാക്സിസ്? അവൻ നടന്നു, വീണ്ടും നടന്നു, ദൂരങ്ങൾ താണ്ടി, അവശനായി, നിലത്തു വീണു, വീണ്ടും എഴുന്നേറ്റു, ഓടി, ഒടുവിൽ അവനവിടെ എത്തി. ഇങ്ങനെ ഒരു കഥ വായിക്കുകയാണെങ്കിൽ അവിടെ അയാളുടെ ആ ഒരു മൂവ്മെൻറ്റ്, ആ നടന്നു പോകുന്ന ആളുടെ മൂവ്മെൻറ്റിനെ വളരെ മനോഹരമായിട്ട് വായിക്കുന്ന ആൾക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഒരു കേൾവിക്കാരന് വളരെ രസകരമായിട്ടത് കേട്ടിരുന്ന് ഇങ്ങനെ ആ മൂവ്മെൻറ്റിലൂടെ ഇങ്ങനെ ഒഴുകി യാത്ര ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പാരാടാക്സിസ്, സ്പീക്കിംഗ് അബൌട്ട് പാരാടാക്സിസ്, which is basically a language technique. It is basically a language technique. എന്തിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ടെക്നിക്കാണ്? words are linked together by placing them side by side. വാക്കുകൾ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ കുറേ വേർഡ്സ് ഇങ്ങനെ അടുക്കി, അല്ലെങ്കിൽ ഫ്രേസസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ദ മീനിങ് ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് ദാറ്റ്. ഇൻ ഗ്രീക്ക് ഇറ്റ് മീൻസ് ടു അറേഞ്ച് സൈഡ് ബൈ സൈഡ്. ഇങ്ങനെ ഇടയ്ക്ക് വാക്കുകൾ ഇങ്ങനെ ഫ്രേസസ് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇറ്റ് യൂഷ്വലി ഇൻവോൾവ് സിമ്പിൾ സെൻറ്റൻസസ് വിത്തൗട്ട് എനി കൺജങ്ഷൻസ്. നേരത്തെ പറഞ്ഞതുപോലെ അവനോടി, എന്നിട്ട്, പിന്നീട്, വീണ്ടും ഓടി, അങ്ങനെ നമ്മളൊരു കൺജങ്ഷൻ യൂസ് ചെയ്യാതെ ഹി റാൻ ആൻഡ് ഹി മൂവ്ഡ് ഫാസ്റ്റ് എന്ന് പറയാതെ ഹി റാൻ, റാൻ, വാക്ക്ഡ്, വെപ്റ്റ്, അങ്ങനെ കോമയിട്ട് ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്നു. വിത്തൗട്ട് എനി കൺജങ്ഷൻസ് ഇല്ലാതെ അങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് ഇങ്ങനെ വേർഡ്സും ഫ്രേസസും അടുക്കി വയ്ക്കുന്നൊരു ലിങ്കർ, ഒരു രീതിയെയാണ്, ഒരു ലാംഗ്വേജ് ടെക്നിക്കിന് വിളിക്കുന്ന പേരാണ് പാരാടാക്സിസ്. So they are basically independent phrases which are placed side by side without any conjunctions. Yes. So writers will use this. Why these writers are using this? Basically, writers use this in their writings
in order to give each word and phrase equal weightage. ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകൾക്കും എല്ലാ ഫ്രേസിനും തുല്യമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റേഴ്സ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ചില സമയം ഈ പറയുന്ന പാരാടാക്സിസിലൂടെ അതിൻ്റെ എന്താണോ അതിൽ കിട്ടുന്ന മീനിങ് അത് റീഡേഴ്സിന് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഫേമസ് ആയിട്ടുള്ള ജൂലിയസ് സീസറിൻ്റെ ആ ഒരു ഡിക്ലറേഷൻ, ഐ കെയിം, ഐ കോൺകേർഡ്. വന്നു, കണ്ടു, കീഴടക്കി. ഏതാണെന്നുള്ളത് ബാക്കി വായനക്കാരന് ഇൻ്റർപ്രറ്റ് ചെയ്യാം, വ്യാഖ്യാനിക്കാം. വന്നു, കണ്ടു, കീഴടക്കി, അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എന്തിൻ്റെ വെളിച്ചത്തിലാണ്, അത് എത്രമാത്രം ഇമ്പാക്റ്റ് ആണെന്നൊക്കെ ഉള്ളത്, അതിൻ്റെ ആ ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പൊക്കെ ഇറ്റ്സ് ലെഫ്റ്റ് ടു ദ റീഡേഴ്സ്. അത്തരത്തിലും ഈ പറയുന്ന പാരാടാക്സിസ് ഹെൽപ്ഫുള്ളാണ്. പിന്നെയും ഉണ്ട് ഒത്തിരി പ്രത്യേകതകൾ പാരാടാക്സിസിനുണ്ട്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ സോർട്ട് ഓഫ് മിസ്റ്ററി സംടൈംസ്. അവൾ വാതിൽ തുറന്നു, മന്നം നടന്നു, കാലച്ച കേൾപ്പിക്കാതെ അവിടേക്ക് നടന്ന് നീങ്ങി. അങ്ങനെ കുറേ മിസ്റ്റീരിയസ് ആയിട്ടൊരു ഷോക്കിംഗ് ആയിട്ടോ സർപ്രൈസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ പറയുന്ന പോലെ നമുക്ക് പാരാടാക്സിസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പാരാടാക്സിസിനെ യുണീക്ക് ടൈപ്പ് ഓഫ് കൺസൈസ് റൈറ്റിംഗ് എന്നും പറയാറുണ്ട്. കൺസൈസ് റൈറ്റിങ്ങിൻ്റെ വളരെ ചുരുക്കി എഴുതുന്നതിൻ്റെ വളരെ യുണീക്കായിട്ടുള്ളൊരു ലാംഗ്വേജ് ടെക്നിക്കായിട്ടും പാരാടാക്സിസിനെ കാണാറുണ്ട്. വേറെ ചിലർ പാരാടാക്സിസിനെ കാണുന്നത് ആസ് എ നൈസ് വേ ഓഫ് എക്സ്പ്രസിങ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. വായിക്കുന്ന ആളുകളിലേക്ക് ആ തോട്ട് ഇങ്ങനെ അടുത്ത തോട്ടിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ടുള്ളൊരു ഫീല് പാരാടാക്സിസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ പാരാടാക്സിസിനുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, വെൻ വി റീഡ് എ ടെക്സ്റ്റ്, വെൻ വി റീഡ് എ സ്റ്റോറി, ആ സ്റ്റോറി വായിക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കുറേ ലാംഗ്വേജിൻ്റെ ടെക്നിക്കുകൾ, ദീസ് കൈൻഡ്സ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ചസ് വി കുഡ് സേ, സെൻറ്റൻസിൽ ഓർ പ്രോസിൽ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചുകളൊക്കെ വായനയെ കുറച്ചും കൂടെ മനോഹരമാക്കി മാറ്റുന്നത് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. Here we can see two examples. But suddenly his face wrinkled, his eyes rolled, his breath stopped. He put down the opera glasses, bent forward and achoo. അവിടെ അയാൾ തുമ്മിയതിനെ കാണാൻ അങ്ങനെ വളരെ മനോഹരമായിട്ട് പറയുന്നത്. സിനിമകളിലാണെങ്കിലും ഇത്തരത്തിലുള്ള കുറേ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ചിലപ്പോൾ സ്പീച്ചൊന്നും ഇല്ലാതെ മെല്ലെ ആക്ഷനിലൂടെ ആയിരിക്കും ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് സ്ലോ മോഷനിൽ. ഹോപ്പ് യു റിമെമ്പർ ദ മൂവി, ദ സീൻ ഫ്രം ദ ഫിലിം ആമേനിൽ ആ ഒരു കപ്പ്യാർ വെള്ളത്തിലേക്ക് വീഴുന്ന ആ ഒരു സംഭവം വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു കഥ പോലെ എഴുതുകയാണെങ്കിൽ എത്ര രസകരമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ പാരാടാക്സിസ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുമെന്ന് ചിന്തിക്കുക. കോമേറ്റ് ആ ഒരു വീഴ്ചയെ മനോഹരമായിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ഓർ എ ലാംഗ്വേജ് ടെക്നിക് വിച്ച് വിൽ മേക്ക് us to munch each and every bit of the words given in that particular text. The leopard had sprung at her throat, broken her neck and dragged her into the bushes. വളരെ ടെറിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പാരാടാക്സിസിലൂടെ കാണിച്ചിട്ടുള്ളത്. ഒരു ലെപ്പേർഡ് വന്നിട്ട് ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വലിച്ചേച്ച് കൊണ്ടുപോകുന്നതാണ് അവിടെ. ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. And we can see a few more examples from the literature part. For example, ചാൾസ് ഡിക്കൻസിൻ്റെ A Tale of Two Cities തുടങ്ങുന്നത് ഇങ്ങനെയാണ്. It was the best of times, it was the worst of times, it was the age of wisdom, it was the age of foolishness, it was the epoch of belief, it was the epoch of incredulity. This is how the novel begins. ചാൾസ് ഡിക്കൻസിൻ്റെ ടേൽ ഓഫ് ടു സിറ്റീസ് തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. We can see a lot of commas, parataxis. Another example from Toni Morrison's സുല എന്നൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A bit longer one. 22 years old, weak, hot, frightened, not daring to acknowledge the fact that he didn't know who or what he was. With no past, no language, no tribe, no source, no address book, no comb, no pencil, no clock, no pocket handkerchief, no rug, no bed, no can opener, no faded postcard, no soap, no key, no tobacco pouch, no soiled underwear, and nothing to do. ... He was sure of one thing only, the unchecked monstrosity of his hands. Here we can see the pathetic condition of a person who doesn't know anything about him. അത് മനോഹരമായിട്ട് ഇങ്ങനെ ഓരോ വേർഡ്സ്. അപ്പോൾ ഇത് വായിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ
ആ ഒരു മൊമെൻറ്റം, ഒരു ഫ്ലോ ഉണ്ട് അവിടെ, വേർഡ്സുകൾ തമ്മിലൊരു ഫ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ആഡ്സിൽ ആഡിൻ്റെ ക്യാപ്ഷൻസ് ഓർ അതിൻ്റെ സ്ലോഗൻസ് ആയിട്ട് ഈ പറയുന്ന പാരാടാക്സിസ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആളുകളിലേക്ക് ഈ പറയുന്ന പോലെ വളരെ രസകരമായിട്ട് മീനിങ് എത്തിച്ചിട്ട് എക്കാലവും ആളുകൾ മറക്കാതെ ഓർത്തിരിക്കാനായിട്ട് ഈ പറയുന്ന പോലുള്ള പാരാടാക്സിസ് ശ്ലോകത്തിൽ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് കിറ്റ് കാറ്റ്സ് ആഡ്. കിറ്റ് കാറ്റ് ആഡിൻ്റെ ആ ഒരു ക്യാപ്ഷൻ, വാട്ട് ഇസ് ഇറ്റ് സ്ലോഗൻ? ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ്. അവിടെ കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടില്ല. ഹാവ് എ ബ്രേക്ക്, സോ ഹാവ് എ കിറ്റ് കാറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ്. ദേ ഹാഡ് യൂസ് ജസ്റ്റ് എ കോമ. ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ്. ഇനി ബിങ്കോയുടെ പരസ്യം നോക്കുകയാണെങ്കിലോ, നോ കൺഫ്യൂഷൻ, ഗ്രേറ്റ് കോമ്പിനേഷൻ. ദാറ്റ് ഈസ് ഇറ്റ്സ് സ്ലോഗൻ. There also we can see an example of parataxis. Or Maggi noodles, taste B, health B. അവിടെയൊന്നും നമുക്ക് ഈ പറയുന്ന പോലുള്ള വേറെ കൺജങ്ഷൻസ് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അതേസമയം രണ്ട് ഫ്രേസസ് ഓർ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ, സിമ്പിൾ സെൻറ്റൻസുകൾ, ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ്, അതിനെ തമ്മിൽ അങ്ങ് കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് കൺജങ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ കൺജങ്ഷൻസ് ഒന്നുമില്ലാതെ വാക്കുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്ന ലാംഗ്വേജ് ടെക്നിക്കിനെ വിളിക്കുന്ന പേര് പാരാടാക്സിസ് ആണെങ്കിൽ, കൺജങ്ഷൻ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ആളുകളിലേക്ക് മീനിങ് എത്തിക്കുന്ന ലാംഗ്വേജ് ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോടാക്സിസ്. സോ സിമ്പിൾ. So parataxis, it is keeping the words side by side without any conjunctions. സെപ്പറേറ്റ് യുണീക്ക് ഫ്രേസസ് ആയിട്ടാണ് അതവിടെ കാണുന്നത്. അതേസമയം കൺജങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കൺജങ്ഷൻസ്? ആൻഡ്, ബിക്കോസ്, ദോ, ഈവൻ ദോ, ഓൾ ദോ, സോ, ഇതൊക്കെ, ഇഫ്, ഇതൊക്കെ വരുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹൈപ്പോടാക്സിസ് എന്ന് വിളിക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ എക്സാമ്പിൾസ്. ഓക്കെ, ബിഫോർ ദാറ്റ് we can read from the text, page number 31. Hypotaxis, which carries the sense of arrange under, is a more complicated stringing together of words and phrases with linkers like although, unless, because, while, whenever, and so on. It is a syntactical arrangement in which some parts are structurally dependent on others. Hypotaxis sometimes produces a kind of surprise or shock or humor. എങ്ങനെയാണ് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്നത്? Although you are my sister, you are a monkey. നീ എൻ്റെ സിസ്റ്റർ ആണെങ്കിലും ഒരു കുരങ്ങത്തിയാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ സോർട്ട് ഓഫ് സെറ്റിലായിട്ടുള്ളൊരു ഹ്യൂമർ അവിടെ നമുക്ക് തരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള പ്രതികരണം എന്താണെന്നുള്ളത് അതിലും രസകരമായിരിക്കും. While he cooked my breakfast, I slept. While is the hypotactical particle there. While he cooked my breakfast, I slept. സോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഓൾദോ യു ആർ മൈ സിസ്റ്റർ, യു ആർ എ മങ്കി. ഐഡൻറ്റിഫൈ ദ ഹൈപ്പോടാക്റ്റിക്കൽ എലമെൻറ്റ് ഇൻ ഇറ്റ്. ഓൾദോ. വൈൽ ഹീ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്ലെപ്റ്റ്. ഇത് ഹൈപ്പോടാക്റ്റിക്കൽ ആണോ ഓർ പാരാടാക്റ്റിക്കൽ ആണോ എന്ന് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. So we can see a while there, so it's definitely a hypotactical sentence because it has used the linker, it has used the conjunction while. Or there will be unless, there will be because, there will be and. അങ്ങനെയൊക്കെ വരുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? Hypotactical statements എന്ന് വിളിക്കാം. Look at one example, one of the examples from the text you are reading. Although the moon shone brightly on the tin roof town, the leopard knew where the shadows were the deepest and merged beautifully with them. So we can see the although the, so it is a hypotactical statement. ഇനി ഒത്തിരി നമുക്ക് എക്സാമ്പിൾസ് ഇതുപോലെ ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. So what will we do? I am giving you as an exercise for the Christmas vacation. So വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട, എന്ത് ചെയ്യുക? നമ്മൾ കുറേ എലമെൻറ്റ്സ് കണ്ടുല്ലോ അല്ലേ സെൻറ്റൻസസിൻ്റെ. ബിഗിനിങ് ഫ്രം ദ ട്രാൻസിറ്റീവ് വേർബ്സ് ആണോ, ഇൻട്രാൻസിറ്റീവ് വേർബ് ആണോ, അല്ലെങ്കിൽ മോണോ ട്രാൻസിറ്റീവ് ആണോ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള വേർബ്, അതോ ഡൈ ട്രാൻസിറ്റീവ് ആണോ, അഡ്ജങ്സ് കണ്ടു, വാട്ടും ഹൂമും അല്ലാതെ വേർ, ഹൗ എന്നൊക്കെ പറയുന്ന എലമെൻറ്റ്സ് ചേർന്ന് വരുന്ന ഭാഗങ്ങളെ നമ്മൾ അഡ്ജൻസ് എന്ന് വിളിച്ചു. ദെൻ വി മൂവ്ഡ് ഓൺ ടു ഫ്രേസൽ വേർബ്സ് ഓർ വേർബ് ഫ്രേസസ് ആൻഡ് ഓൾ ദാറ്റ്. കൊളോക്കേഷൻസ് കണ്ടു, സെൻസ് ഗ്രൂപ്പിംഗ് കണ്ടു, ഹൈപ്പോടാക്സിസും പാരാടാക്സിസും കണ്ടു. അപ്പോൾ ഇനി വെറുതെ ഇരിക്കാൻ പാടില്ല. വി ഹാവ് ഫ്യൂ സ്റ്റോറീസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ടു അനലൈസ്. ആൻഡൻ ചെക്കോവിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, ബോണ്ടിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. വി ഹാവ് ആൻഡൻ ചെക്കോവ്സ് ദ ഡെത്ത് ഓഫ് എ ക്ലാർക്ക് ആൻഡ് റസ്കിൻ ബോണ്ട്സ് ഐസ് ഓഫ് ദ കാറ്റ്.
ആൻഡ് ഫ്യൂ അതർ എക്സ്ട്രാക്ട്സ്. ഇവിടെ ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻസ് എന്നുള്ള ലാസ്റ്റ് ആ ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുക. ഇതൊക്കെ വായിച്ചിട്ട് ഓരോ സെൻറ്റൻസും എടുത്തിട്ട് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് എങ്ങനത്തെയാണെന്ന് ചെക്ക് ചെയ്യുക. വാട്ടോ ഹൂം എന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. വെന്നോ വേറോ ആണ് വരുന്നതെങ്കിൽ അതെന്തായി മാറും? അതൊരു അഡ്ജൻറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതിനെ സെപ്പറേറ്റ് എടുത്ത് എഴുതുക. അഡ്ജൻറ്റ് ആണ്. ആൻഡ് വിച്ച് ഇസ് ദ അഡ്ജൻറ്റ് പാർട്ട്? അറ്റ് ദ ഈവനിങ് ആണോ? അറ്റ് ദ സെമിനാർ ആണോ? വെൽ ആണോ? ബ്യൂട്ടിഫുള്ളി ആണോ? അല്ലേ? നമ്മൾ കണ്ടല്ലോ, ഷീ സ്ലെപ്റ്റ് വെൽ, ഷീ സ്ലെപ്റ്റ് ഹൗ. ഹൗവിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അഡ്ജൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറി, സ്ലെപ്റ്റ്. സോ അതുപോലുള്ള എക്സാമ്പിൾസ് ഉണ്ടോ? ആൻഡ് അതുപോലെ തന്നെ പാരാടാക്റ്റിക് ആണോ? ഇങ്ങനെ കോമയായിട്ട് എഴുതിയിട്ടുള്ള വല്ല ഭാഗങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാരാടാക്റ്റിക് ആണ്. വേറെ കൺജങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് ഹൈപ്പോടാക്റ്റിക്കലാണ്. അങ്ങനെ ഓരോന്നും തിരിച്ച് നോട്ട്ബുക്കിൽ മനോഹരമായിട്ട് എഴുതുക. വി ക്യാൻ ഡിസ്കസ് ദാറ്റ് പാർട്ട് ഓർ ദീസ് എക്സസൈസസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. All of you take care. Have a nice vacation. Advance happy Christmas. Bye-bye.